ദാ ഈ ഇരിക്കുന്ന മുതലിനെ കണ്ടല്ലോ. ഇതിൻ്റെ പ്രധാന ഹോബി എന്തുവാന്ന് ചോദിച്ചാൽ ഇരുന്ന് റീൽസ് എല്ലാം കാണുക. അതും വേറൊന്നുമല്ല, കുക്കിംഗ് റീൽസ്. എന്നിട്ട് അതെല്ലാം ആൾക്ക് ഉണ്ടാക്കി നോക്കണം. മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ കുറേ വഴക്കൊക്കെ പറയുമായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഇരിക്കുന്നിടത്ത് മൊത്തവും കുളവാക്കി അവിടെയും വെച്ച് തേച്ച് ഇവിടെയും വെച്ച് തേച്ച് എനിക്ക് ഇരട്ടി പണിയാണ്. പക്ഷേ ഇപ്പം എൻ്റെ വഴക്ക് പറച്ചിലിൻ്റെ ഇതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, ആളുടെ ആ ഒരു ഹാബിറ്റ്സ് ഒക്കെ മാറിയിട്ടുണ്ട്. ആളിപ്പം ഇങ്ങനെ വൃത്തിക്കൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം വേസ്റ്റ് പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതാത് പ്ലേസിലൊക്കെ ഇട്ട് ഞാൻ ഒരു പ്ലേറ്റൊക്കെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കും വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അതെനിക്കെടുത്തങ്ങ് മാറ്റിയാൽ മതിയല്ലോ. ഇത്രയും ചെയ്തപ്പം തന്നെ എൻ്റെ കൊച്ചു ടയേർഡായിട്ടുണ്ട്. വേറെ ഒന്നുമല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, നമ്മുടെ മാംഗോ ഐസ്ക്രീമാണ്. അതിങ്ങനെ തൊലി എടുത്തിട്ട് സ്പൂൺ വെച്ച് ഇങ്ങനെ എടുത്തെടുത്ത് പിന്നെ അതിൽ പാലും ചേർത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ കാര്യം. പക്ഷെ ഇത്രയും ചെയ്തപ്പോൾ തന്നെ ആള് ടയേർഡായി. പിന്നെ ഒരു കണക്കിന് നോക്കിയാൽ ഇങ്ങനെയൊക്കെ കുറേയൊക്കെ ഇവരും ചെയ്ത് ശീലിക്കട്ടെന്നേ. ഇവരും മനസ്സിലാക്കണ്ടേ ഇതിൻ്റെ പുറകിൽ എന്തൊക്കെ എഫേർട്സ് ഉണ്ട്, എത്ര സമയം പോവും, നമ്മൾ എത്രത്തോളം ടയേർഡാവും. അപ്പോഴേ നമുക്ക് അവർ ഓരോന്ന് നമ്മളെടുത്ത് ഉണ്ടാക്കാൻ പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ ഒക്കെ അവരും ഒന്ന് മനസ്സിലാക്കട്ടെന്നേ. അതുകൊണ്ട് അവരും ഇതൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ ഉണ്ടാക്കുമ്പം ഞാൻ അധികം വേണ്ട വേണ്ട എന്നൊന്നും പറയാറില്ല. ഒരു നോ പറഞ്ഞാൽ പിന്നീട് അത് നമുക്ക് ഫ്യൂച്ചറിൽ ഭയങ്കര വിനയായിത്തീരും.